പാവപ്പെട്ട 5 ലക്ഷം പേർക്ക് വീട് നൽകിയത് കേരളത്തിനെന്നും അഭിമാനം പകരുന്ന കാര്യമാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ 5 ലക്ഷം ലൈഫ് വീടുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ ഡോക്ടർമാർ സമരം കടുപ്പിച്ചതോടെ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം താളം തെറ്റുന്നു. ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കവർന്ന കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന് റിമാൻഡ് നീട്ടി. മാർച്ച് വരെ 14 ദിവസത്തേക്കാണ് കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി CS മോഹിത് റിമാൻഡ് നീട്ടിയത്. നിയമവിരുദ്ധമെന്ന് പറഞ്ഞ ട്രംപിന്റെ തീരുമാനം സുപ്രീം കോടതി റദ്ദാക്കി. ഈ സാഹചര്യത്തിൽ യുമായുള്ള കരാർ റദ്ദാക്കാൻ മോദിയെ രാഹുൽ ഗാന്ധി വെല്ലുവിളിച്ചു. അതിവേഗ റെയിൽപാതയിൽ കൂടുതൽ വ്യക്തത വരുത്തി മെട്രോമാൻ ശ്രീധരൻ. നേരത്തെ നിർദ്ദേശിച്ച അലൈൻമെന്റ്, നിർമ്മാണ ചെലവ്, യാത്രാസമയം എന്നിവയിൽ മാറ്റം വരുത്തിയാണ് പുതിയ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ബിജെപിയുടെ കന്നി തിരുവനന്തപുരം കോർപ്പറേഷൻ ബജറ്റിൽ ഭവന നിർമ്മാണത്തിന് ഊന്നൽ. തിരുവനന്തപുരം ലോകോത്തര നഗരം, 20 രൂപയൂണും കുറഞ്ഞ നിരക്കിൽ മരുന്നും. വൻ പ്രഖ്യാപനങ്ങളുമായി നഗരസഭ ബജറ്റ്. നഗരത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഗണ്യമായ തുക വകയിരുത്തിയിട്ടുണ്ട്. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് മഹോത്സവത്തിനിടെ ഉണ്ടായ വെടിക്കെട്ടിൽ ചീൾ തെറിച്ച് 4 പേർക്ക് പരിക്കേറ്റു.